അത് ജനകീയനായ നേതാവല്ലേ, 10-ന് 10 മാർക്ക് കൊടുക്കും. എം പി പഴയ എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആളെ പേരെന്നെ അറിയില്ല, കാരണം ഇവിടെ കാണില്ല. 10 മാർക്ക് ഞങ്ങൾ കൊടുക്കും. ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്നതും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതും വീട്ടിയാണ്. 10-ൽ 7 മാർക്ക്. 10-ന് 1 മാർക്ക് അത്രേ ഇല്ല. ശരിക്കും മാർക്ക് കൊടുക്കാനൊന്നുമില്ല. ഇവിടെ കാര്യമായിട്ടുള്ള വികസനവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് 100% അയാൾ നല്ലൊരു വ്യക്തിയാണ്. 10-ൽ എത്ര? പുരാതന തുറമുഖ നഗരമാണ് പൊന്നാനി. ഒരു കാലത്ത് സാമൂതിരിയുടെ 2ാം തലസ്ഥാനമായിരുന്ന നഗരം. രാജ്യഭരണം മാറി ജനായത്ത ഭരണം വന്നെങ്കിലും പൊന്നാനിയുടെ രാഷ്ട്രീയ സാംസ്കാരിക പെരുമയ്ക്ക് മങ്ങലേറ്റില്ല. ഖവ്വാലിയുടെയും ഗസലിൻ്റെയും ഈണമുതിർന്ന അറബിക്കടലോരവും സംസ്കാരത്തെ സമ്പന്നമാക്കി ഒഴുകുന്ന ഭാരതപ്പുഴയും ഭാഷാപിതാവിൻ്റെ ജന്മസ്ഥലമായ തുഞ്ചംപറമ്പും മാമാങ്കത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന തിരുനാവായിയുമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശം. എം ടിയും അക്കിത്തവുമെല്ലാം ഉൾപ്പെടുന്ന മലയാള സാഹിത്യത്തിലെ മഹാരഥന്മാർ പയറ്റിത്തെളിഞ്ഞ പൊന്നാനിക്കളരി നിലനിന്ന ദേശം. തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി, പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. 1977 വരെ ഇടത് ആഭിമുഖ്യം പുലർത്തിയ മണ്ഡലം പിന്നീട് വലതുപക്ഷത്തേക്ക് മാറി. GM ബനാത്തുവാലയും ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും അഹമ്മദുമെല്ലാം വിജയക്കൊടി നാട്ടിയ മണ്ഡലത്തെ 2009 മുതൽ പ്രതിനിധീകരിക്കുന്നത് ET മുഹമ്മദ് ബഷീറാണ്. പാർലമെന്റിൽ പൊതുകാര്യങ്ങൾക്കൊപ്പം ന്യൂനപക്ഷത്തിലെ ശബ്ദമാകാൻ കഴിഞ്ഞതും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെത്തിക്കാൻ സാധിച്ചത് വോട്ടർമാർ മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ET മുഹമ്മദ് ബഷീർ MP. എൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ പ്രകടിപ്പിക്കുന്ന ആ ഒരു വികാരം 100% എന്നുള്ള വികാരം അതാണ് എനിക്കുണ്ടാക്കുക. എനിക്കതിൽ നല്ല ഒരു ആത്മാർത്ഥമായ സമീപനമുണ്ട്. ഞാൻ ഈ ടേം അടക്കം 3ാമത്തെ ടേമിലാണ് പാർലമെൻറ്റിൽ വരും. ഞാൻ റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്നത്, ഉറങ്ങാൻ കുറച്ചുള്ള സമയം എടുക്കുന്നത്. ബാക്കി മുഴുവൻ എനിക്ക് യാത്രയും പാർലമെൻറ്റിലെ വർക്കാണ്. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തും മണ്ഡലത്തിലെ ആളുകൾ പോയി കാണലും, കല്യാണമാവട്ടെ മരിച്ചുകൊടുത്താവട്ടെ ഇങ്ങനെയൊക്കെ പോകുന്നൊരു എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ മാർക്ക് ഇടുന്ന കാര്യം ശരിക്കും അത് ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ ഈ വയലേറ്റ് ചെയ്യല്ല വേണ്ടത്. അവർ തീരുമാനിച്ചിട്ട് അത് പറഞ്ഞോട്ടെ. അത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്നോടാവുന്നതിൻ്റെ പരമാവധി ഞാൻ എൻ്റെ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതാണ് സംഗതി. എന്നാൽ വികസന കാര്യത്തിൽ MP-ക്ക് കാര്യമായൊന്നും ഇടപെടാൻ കഴിഞ്ഞില്ലെന്ന് ഇടതുപക്ഷം പറയുന്നു. പൊന്നാനി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രവർത്തനത്തിൽ അദ്ദേഹം വട്ടപൂജ്യമാണ്. ഞാൻ വട്ടപൂജ്യം എന്ന് പറയാൻ കാരണം ഒരു MP-യുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈനംദിനമായി ഇടപെടേണ്ട പ്രവർത്തനമല്ല. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തുള്ള മണ്ഡലത്തിനകത്തുള്ള ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതാണ് MP-യുടെ പ്രവർത്തനത്തിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹം ആദ്യം ഒരു MP ആവുന്നതല്ല, ഇവരുടെ ടേംസ് പലതും കഴിഞ്ഞു. പക്ഷേ പൊന്നാനി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് എന്ത് വികസനമാണ് അദ്ദേഹം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാര്യവും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഞങ്ങൾ ഇതേ ചോദ്യം ഉന്നയിച്ചതാണ്. ഒരു MP-യുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും സ്ഥാപനം നടത്തുക എന്നതിനെ സംബന്ധിച്ച് MP-യുടെ ആവശ്യമില്ല നമുക്ക് സാധാരണ. അത് ഓഫീസിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന വർക്കെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ MP-യെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടുന്ന ഫണ്ടിൻ്റെ വിനിയോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സഹായ സഹകരണത്തിന് ആവശ്യമില്ല എന്നാണ് വസ്തുത നമുക്കുള്ളത്. അതല്ലാതെ എന്ത് പ്രവർത്തനമാണ് അദ്ദേഹം ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് പറയണം. ഒരു പ്രവർത്തനവും സംഘടിപ്പിച്ചിട്ടില്ല. വിനോദസഞ്ചാര രംഗത്ത് ഒട്ടേറെ സാധ്യതകളുണ്ടായിട്ടും MP-യുടെ ഭാഗത്തു നിന്ന് അതിനുവേണ്ട കാര്യമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമഫലമായി ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നടക്കുകയാണെന്നും ഇടതുപക്ഷം പറയുന്നു. പൊന്നാനിയിലെ പൊതു ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനത്തിൻ്റെ നിരവധി കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള പ്രൊജക്റ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ നിയമസഭയ്ക്കകത്ത് പൊന്നാനി ടൂറിസത്തിൻ്റെ പ്രധാന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം മേഖലയ്ക്കകത്ത് അതിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ അത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അടക്കം ഒരു പൊതു സ്വകാര്യ മൂലധനം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്കുള്ളത്. നമുക്ക് അതിൻ്റെ വലിയ രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അതും കൂടിയിട്ടാണ് ഈ ഇതിൻ്റെ ഉദ്ദേശം. കാരണം അത് മാത്രം കൊണ്ട് പോരാ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറേ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു. ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനകത്ത് ചില പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്, മറ്റു മേഖലയ്ക്കകത്തും വന്നിട്ടുണ്ട്, വലിയ രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല അവിടെ മാത്രമല്ല, ഈ ഇപ്പുറത്ത് BM-മായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രൊജക്റ്റുകൾ വരാൻ പോകുന്നുണ്ട്.
ഇവിടുത്തെ വലിയ ടൂറിസ്റ്റ് സെൻ്റർ ആകുമ്പോൾ ഈ പൊന്നാനിയിൽ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന ഒരു വലിയ കേന്ദ്രത്തിൻ്റെയൊക്കെ അനുസൃതമാവുന്ന രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ കോടാനുകോടി റുപ്യയുടെ മുതൽ മുടക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. ആ നീളാനദി തീരം ആകെ തന്നെ ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്ന രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഗവൺമെൻറ് അതിനുള്ള ഒരു എല്ലാവിധ ശ്രമത്തിലും നീങ്ങി അതിൻ്റെ ചർച്ചകളൊക്കെ രണ്ട് ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ വളരെ വൈകാതെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം അക്കൗണ്ടിലാക്കി പ്രചരണം നടത്തുന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ MP കഴിഞ്ഞിട്ടില്ലെന്ന് BJPയും ആരോപിക്കുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ പ്രതിനിധിയായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ പൂർണ്ണ പരാജയമാണ്. മാർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 10ൽ 0 മാർക്ക് കൊടുക്കാനേ വകുപ്പുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം, ഒരു MP എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നം ഫലപ്രദമായി സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ നിന്ന് ആവശ്യമായ സമയത്തുള്ള ഇടപെടൽ നടത്തി അത്തരം വിഷയങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. ആ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. അദ്ദേഹം നേട്ടമായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത സ്വാഭാവികമായ വികസന പ്രവർത്തനങ്ങൾ തൻ്റേതാണ് എന്നുള്ള നിലയ്ക്കുള്ള മേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നേട്ടമായി പറയുന്നത്. വേറെ ഒന്നും പറയാനില്ല. ദേശീയപാത വികസന പ്രവർത്തനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ താല്പര്യമെടുത്ത് പൊന്നും വിലക്ക് ഭൂമിയെടുത്ത് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഒരു നേട്ടം തൻ്റേതാണ് എന്ന് വരുത്താൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. MP പ്രവർത്തനം വിലയിരുത്തുമ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് വോട്ടർമാർക്കുള്ളത്. ഒരു ജനകീയ നേതാവാണ്, മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളാണ്, പിന്നെ മതേതരത്വം നിലനിർത്തുന്ന ആളാണ്. പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളുടെ കാര്യമായാലും പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യമായാലും ഉപരി ശക്തമായി വാദം ഉന്നയിക്കുന്ന ആൾ തന്നെയാണ്. മണ്ഡലത്തിലേറ്റും ജനങ്ങളായിട്ടും എല്ലാ ഭാഗത്തും ഓടി എത്തേണ്ട മൂപ്പര്. അങ്ങനെയുള്ള ഒരു നല്ലൊരു കാര്യമാണ്. അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, നമുക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ നല്ലൊരു വ്യക്തിയാണ് അയാൾ. എല്ലാ കാര്യത്തിലും പാർലമെന്റിലെല്ലാം ഉന്നയിക്കാനും എല്ലാ സ്ഥലത്തും ഓടിയെത്തും, ഏത് പ്രശ്നത്തിലായാലും. അത് നാടിന്റെ വികസനം മൂപ്പരെ കൊണ്ട് കഴിയുന്ന കാര്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പൊ നിലവിൽ ഉള്ള MP പേരൊന്നും നമുക്കറിയില്ല. കാരണം എന്തെങ്കിലും ഒരു പരിപാടി ഈ പൊന്നാനി നഗരസഭന്റെ ഉള്ളിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്തെല്ലാം കടൽക്ഷോഭങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി മേഖലയിലാണ്. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ 2019 അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പല പ്രതിസന്ധികളും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് MP ഇവിടെ 10 പറഞ്ഞാൽ കൊടുക്കും. കാരണം ഈ രാജ്യത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഇടിമുഴുകുന്ന ശബ്ദമായിട്ട് ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്നതും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതും VT-യാണ്. ഞങ്ങൾ കാണുന്ന ലൈവായിട്ട് എല്ലാവരും നാടും മൊത്തം കാണുന്നതാണ്. നാടിന് വേണ്ടി ഏത് വിഷയത്തിൽ അദ്ദേഹം ഇടപെടാത്തൊന്നും പറയാൻ പറ്റും. ആർക്കെങ്കിലും എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. പിന്നെ 10ൽ 10 മാർക്ക് ഞാൻ കൊടുക്കും. മാർക്കൊന്നും കാര്യമായിട്ട് കൊടുക്കാനില്ല. കാരണം ഇവിടെ MP-ൻ്റെതായ വികസന കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. MP ഇവിടെ കാണാൻ കിട്ടണില്ല. നമ്മുടെ സാധാരണക്കാരൊക്കെ MP കാണല് ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഇത് മറ്റുള്ള പാർട്ടിക്കാർ വിളിച്ചാൽ പോലും ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് വരാൻ ഇവിടെ പറ്റാറ്. അപ്പോൾ MP 10ൽ 1 മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. MP കാര്യമായിട്ട് ശ്രദ്ധിക്കണില്ല മണ്ഡലം. അതന്നെയാണ് അദ്ദേഹത്തിന് സാധിക്കാത്തതല്ല. അദ്ദേഹം പഴയ ഒരു നേതാവല്ലേ, പക്ഷെ അദ്ദേഹത്തിന് സാധിക്കാത്തതല്ല, പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. അതാണ് കാര്യം. 10ൽ 7 മാർക്ക്. കാരണം ഇപ്പൊ ഭയങ്കര വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് MP അല്ല, കേന്ദ്രത്തിന്റെ പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. 10ൽ 1 മാർക്ക് അത്രേ ഇല്ല ശരിക്കും. കാരണം ഇവിടെ ഒന്നും കാണാനില്ല. ആ MP അന്ന് പോയതാ. MP പിന്നെ പൊന്നാനി കണ്ടിട്ടില്ല. റെയിൽവേ രംഗത്ത് ഉണ്ടായ മാറ്റം MP പ്രവർത്തനം കൊണ്ടാണെന്നും അല്ലെന്നും അഭിപ്രായമുയർന്നു. ബഹുമാനായ MP നേതൃത്വത്തിൽ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ അമൃത് ഭാരത് എന്നുള്ള മഹത്തായ പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 26 കോടിയോളം രൂപയുടെ ചെലവാക്കിക്കൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ വേണ്ട ഇടപെടൽ MP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് മെയിനായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം സ്റ്റേഷനാണ് വളരെ വരുമാന മാർഗമുള്ള സ്റ്റേഷനാണ്. അവിടെ പല ട്രെയിനുകളും ഇപ്പോൾ നിർത്തുന്നില്ല. അതുകൊണ്ട് അവിടെയുള്ള യാത്രക്കാർ വളരെ അധികം ബുദ്ധിമുട്ടുകയാണ്. ഗുരുവായൂരും താനൂരുമായി ബന്ധിപ്പിക്കുന്ന പാത
അത് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടി തുടങ്ങിയിട്ടില്ല. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരുപാട് ട്രെയിനുകൾ ഇന്ന് നിർത്താത്തതുണ്ട്. അതിനെക്കുറിച്ച് ആ ഒരു വിഷയത്തിൽ ഇടപെടാനോ അതിനു വേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ എം പി എന്ന നിലയിൽ ഒരു പരാജയം തന്നെയാണ്. അതുപോലെ തന്നെ താനൂര് ഗുരുവായൂർ പാത അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതിലൊന്നും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. കുറ്റിപ്പുറത്തെ സവിശേഷത എന്താ? ഗുരുവായൂർക്കുള്ള യാത്രക്കാർ, പുത്തമ്പള്ളിയിലേക്ക് യാത്രക്കാർ, കാടാമ്പുഴയ്ക്കുള്ള യാത്രക്കാർ, അങ്ങനെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രക്കാർ ഇഷ്ടം വരുന്നു. പാലക്കാട് ജില്ലയുടെ ഒരു ബോർഡറായി കിടക്കുന്ന പ്രദേശമാണിത്. അവിടുന്ന് യാത്രക്കാർ ഇഷ്ടം വരുന്നു. കുന്നംകുളത്ത് യാത്രക്കാർ വരുന്നു. അവിടേക്ക് നമ്മുടെ സാധാരണ ഗതിയിൽ ഈ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ചില സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. നമ്മുടെ ഈ രാവിലെയും വൈകുന്നേരവും പോകുന്ന, നമുക്കറിയാം വന്ദേ ഭാരത് ഇവിടെ നിൽക്കില്ല, അത് സ്വാഭാവികം മാത്രമാണ്. വന്ദേ ഭാരത് നിൽക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ഈ നാട്ടിലെ ആൾക്കാർ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ മറ്റൊരു വണ്ടിയുണ്ടല്ലോ ഇവിടെ. എത്ര വണ്ടികളുണ്ട് ഇവിടെ നിൽക്കാത്ത വണ്ടി, പോകുന്ന വണ്ടിയുണ്ട്. ജനശതാബ്ദി എക്സ്പ്രസ് ഇവിടെ നിൽക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടതാണ്. ജനശതാബ്ദി എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റോപ്പുകളാണ് എടുക്കാൻ നമുക്ക്. ഞാൻ അതിൻ്റെ സാമ്പത്തികമായ വരുമാന സ്റ്റേഷൻ്റെ എടുത്ത് കണക്കെടുത്ത് വെക്കുമ്പോൾ വർക്കല സ്റ്റേഷനേക്കാളും അധികം, ചേർത്തല സ്റ്റേഷനേക്കാളും അധികം, നിരവധി അത്തരം സ്റ്റോപ്പുകൾ ചെറിയ സ്റ്റേഷനേക്കാളും അധികം കലക്ഷനുള്ള സ്റ്റേഷനാണ് കുറ്റിപ്പുറം സ്റ്റേഷൻ. കാരണം അത്ര ഈ മലപ്പുറം ജില്ലയുടെ ഈ പ്രദേശത്ത് മാത്രം വരുന്നവരല്ല ഇവിടെ വരുന്നത്, തൊട്ട പ്രദേശങ്ങൾക്ക് വരുന്നതാണ്. ഒരു സ്റ്റോപ്പ് അനുഭവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഒരു സ്റ്റോപ്പ് അനുവദിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെയുള്ള വോട്ടർമാർ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോഴും പൊന്നാനിയിലുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ അറിയപ്പെട്ടിരുന്ന തുറമുഖമായ പൊന്നാനിയുടെ സാധ്യതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ജനപ്രതിനിധിക്ക് ആയിട്ടില്ലെന്ന വാദവും ശക്തമാണ്. തീരദേശ മേഖലയ്ക്കകത്തുള്ള അവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അദ്ദേഹം. വസ്തുതയാണ്. എന്താണുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം? കേന്ദ്ര ഗവൺമെൻറ് കിട്ടേണ്ട പ്രൊജക്റ്റുകളൊക്കെ ഇത് സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൽ കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വിഹിതം കൂടിയൊക്കെ തേടിക്കൊണ്ടാണ് പല പ്രൊജക്റ്റുകളും വരുന്നത്. ഇതിനെ എം പിയുടെ ഇടപെടൽ എന്തുണ്ട്? ഇതിനെ സംബന്ധിച്ചിടത്തോളം? പൊന്നാനി പോർട്ടിൻ്റെ ആവശ്യവുമായിട്ട് ഒരു ദിവസം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? പാർലമെൻറ്റിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അധികം ഇടപെട്ടിട്ടുണ്ടോ പൊന്നാനി പോർട്ടിലെ ഇതിനെ സംബന്ധിച്ചിടത്തോളം? നമുക്ക് കടൽക്ഷോഭത്തിന് ശക്തിയായിട്ടുണ്ടാകുമ്പോൾ, കടൽ ഇറോഷൻ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം ന്യായമായി കിട്ടണം ഇവിടെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കടലോരത്തെ മേഖലയ്ക്കകത്തുള്ള പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ അദ്ദേഹം എന്തിടപെടൽ നടത്തിയിട്ടുണ്ട്? ഒന്നും നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. ആദ്യകാലത്ത് ഇ.കെ. ഇമ്പിച്ചിബാവ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ വിജയിച്ചു വന്ന മണ്ഡലമാണ് പൊന്നാനി. എന്നാൽ പിന്നീട് വലതുപക്ഷത്തേക്ക് ചാഞ്ഞ പൊന്നാനി മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ടയായി മാറി. 3 തവണ തുടർച്ചയായി പൊന്നാനിയെ പ്രതിനിധീകരിച്ച ഇ.ടി. മുഹമ്മദ് ബഷീർ ഇത്തവണ മലപ്പുറത്തേക്ക് മാറുകയാണ്. പകരം പച്ചക്കോട്ട കാക്കാൻ എം പി അബ്ദുസമദ് സമദാനിക്കാണ് നിയോഗം. അടുത്ത കാലം വരെ ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ സഹചാരിയായിരുന്ന KS ഹംസയാണ് ഇടതു സ്ഥാനാർത്ഥിയായി എത്തുന്നത്. സാമുദായിക രാഷ്ട്രീയവും വികസനവും തന്നെയാവും ഇത്തവണയും പൊന്നാനിയിൽ വിലയിരുത്തുക.